ഈ പുസ്തകത്തില് ആകെ 136 പേജാണുള്ളത്. ആ 136-ലെ 135 പേജിലുള്ളതിന്റെ ഖണ്ഡനം 1-ാം പേജിലാണ്. വേറെ 135 പേജിൽ എഴുതിയിട്ടില്ലേ, അതിന്റെ ഖണ്ഡന 1-ാം പേജിലുണ്ട്. അതാണ് ഇതിന്റെ വിഷയം. അപ്പോ ഞാൻ ഈ പറഞ്ഞു വരാൻ തന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇതേ സമ്പ്രദായം എന്ത് ചെയ്യണം? നബിയുടെ കാലത്ത് നടക്കണം. അപ്പൊ എങ്ങനെ നടക്കണം? റസൂൽ ഒന്നുകിൽ മഗ്‌രിബ് അല്പം പിന്തിപ്പിക്കണം. ഇന്നിപ്പോ ആ കടപ്പുറത്ത് പോകുന്ന ആളുകളൊക്കെ നോക്കി കഴിഞ്ഞ് 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നിസ്കരിക്കുന്നത്. സെയിം പരിപാടി അവിടെ നടന്നിട്ടുണ്ടാവണമല്ലോ. അപ്പൊ ഒന്നുകിൽ റസൂൽ എന്ത് ചെയ്യണം? 10-20 മിനിറ്റ് കാണോ ഒന്ന് നോക്കണം. അപ്പൊ മഗ്‌രിബിൽ ലേശം പിന്തിപ്പിക്കണം. അല്ലെങ്കിലോ മഗ്‌രിബ് ആദ്യം വേഗം നിസ്കരിക്കണം. കസറൊക്കെ പറഞ്ഞിട്ട് വേഗം അവിടെ നിസ്കരിച്ചിട്ട് എല്ലാവരും കൂടി മൈതാനത്തേക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ കടപ്പുറത്തേക്ക് പോകണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? മരുഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കണം. ഇങ്ങനെ ഒരു സംഭവം ഇത് സ്ഥിരമായി ഇതൊരു പതിവാണെന്നും കൂടിയാണ്. നോക്ക്, പതിവാണ് എന്നാണ്. ഇതാണ് ഇസ്ലാമിന്റെ പതിവ് എന്ന വാദം. അപ്പൊ പതിവിന് ഇപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുപ്പയുടെ അടുത്ത് വന്നപ്പോ നിന്ന് മൂത്രമൊഴിച്ചു. ഒരു ഹദീസ്, ആ ഹദീസ് എടുത്തിട്ട് വാദിക്കാൻ പറ്റുമോ? മുഹമ്മദ് നബിയുടെ പതിവ് നിന്ന് മൂത്രമൊഴിക്കലാണെന്ന് പറ്റൂലല്ലോ. എന്നാ ഇവിടെ ഉദ്ധരിക്കുന്ന ഹദീസ് മുഴുവനും പതിവ് എന്ന് കിട്ടൂല. എന്തായാലും കൊണ്ടുവരുന്ന ഹദീസുകളൊക്കെ ദുർബല, അത് വേറെ കാര്യം. ആ കൊണ്ടുവരുന്ന ഹദീസ് തന്നെ നമ്മൾ വിശകലനം ചെയ്താൽ അത് നബിയുടെ പതിവായിരുന്നു എന്നാലും കിട്ടൂല. ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ ശരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട് പറയാം. അത് നബിയുടെ പതിവായിരുന്നു എന്നാലും കിട്ടൂല. ആ ഹദീസ് ശരിയാണെന്ന് നോക്കാം. ഒരു അറാബി വന്നു, ഇതേ ഞാൻ എന്താണ് കണ്ടു എന്ന് പറഞ്ഞു. ശരിയാണെന്ന് നാളെ പെരുന്നാൾ, അങ്ങനെ നബി പെരുന്നാൾ കഴിച്ചു എന്നാ ഒരു റിപ്പോർട്ടും കൂടെ കൊണ്ടുവരുന്നത്. ശരി, ഈ റിപ്പോർട്ടിൽ ഇത് പതിവായിരുന്നു എന്ന് അവിടെ കിട്ടും. ഇത് മുഹമ്മദ് നബിയുടെ പതിവായിരുന്നു എന്ന് എങ്ങനെ കിട്ടും? വേണമെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ കൊച്ചു കുട്ടികളുണ്ടല്ലോ, ഹുസൈൻ നബിയുടെ പേരക്കുട്ടികള് നിസ്കരിക്കുമ്പോ തോളത്ത്, അതിനെ പോലും ചരിത്രത്തിൽ അങ്ങനെ കയറാറുണ്ടായിരുന്നു, അങ്ങനെ കയറി. അവിടെയൊക്കെ പ്രയോഗം നബിയുടെ പതിവാണ്. ജടക്കാലത്ത് ആ കൊച്ചു കുട്ടികളായിരുന്നപ്പോ നബിയുടെ ഒരു ശീലാണെന്ന് അതുപോലും വ്യാഖ്യാനിച്ച് പറയാൻ പറ്റും. ഇക്കാര്യം അത് പറയാൻ പറ്റൂല. ഒന്ന് ആലോചിച്ചേ, ഹിജറ 2-ാം വർഷത്തിലാണ് നോമ്പ് നിർബന്ധമായത്. ആ 2-ാം വർഷത്തിനെ വരെ നമ്മൾ കണക്കെടുത്താൽ 9 നോമ്പെങ്കിലും 9 വർഷത്തെ നോമ്പും പെരുന്നാളും, ഏത് ചെറിയ പെരുന്നാള് നമ്മൾ ചെറുതായിട്ട് കണക്ക് കൂട്ടാം. എന്നിട്ട് എല്ലാത്തിൻ്റെയും കൂടി നമ്മൾ നോമ്പ്, പെരുന്നാള്, ഹജ്ജ് 3ആണ്. 3 9 27 പ്രാവശ്യം ഈ സംഭവം നടന്നിട്ടുണ്ട്. 27 അല്ലാട്ടോ സുഹൃത്തുക്കളോ. 9 കൊല്ലം മുഹമ്മദ് നബിക്ക് ഇവിടുത്തെ ആളുകളുടെ മാതിരി പെരുന്നാളും നോമ്പ് മാത്രം ക്ലിയർ ആക്കലും ബാക്കി മാസങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ആവട്ടെ എന്ന് പറയുന്ന പരിപാടിയായിരുന്നു മുഹമ്മദ് നബിക്ക് എന്നാണല്ലോ പറഞ്ഞു നടക്കുന്നത്. അത് ശരിയല്ല. ഈ ആയത്തില് ശറഈ കലണ്ടറും സിവിൽ കലണ്ടറും ഉണ്ടാക്കാൻ ഒരേ ആയത്ത് തന്നെയാണ് തെളിവ്. ശറഈ കലണ്ടർ, ഈ കലണ്ടർ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എന്താ തെളിവ് ചോദിക്കാം. ഈ ശബാബ് കലണ്ടർ ഉണ്ടാക്കാൻ എന്താ തെളിവ്? ഈ ആയത്ത്. അന്നാ പിന്നെ നോമ്പ് പെരുന്നാൾ തീരുമാനിക്കാൻ ഏതായത്ത് തെളിവ്? അതും ഈ ആയത്ത് തന്നെ. അപ്പൊ ശറഈ കലണ്ടറിന് തെളിവ് ഈ ആയത്ത് തന്നെ, സിവിൽ കലണ്ടറിന് തെളിവ് ഈ ആയത്ത് തന്നെ. കൊച്ചു ബുദ്ധിയിൽ മനുഷ്യന്മാർ ചോദിക്കൂലേ? കൊച്ചു ബുദ്ധിയില് നിങ്ങൾ ഒരായത്ത് ഓതിയിട്ട് ആ ആയത്ത് ശറഈ കലണ്ടറിന് പറ്റുന്നുണ്ടെങ്കിൽ അതേ ആയത്ത് തന്നെ സിവിൽ കലണ്ടറിനും പറ്റൂലേ? അങ്ങനെ ചോദിക്കൂലേ? അപ്പൊ ഈ കാര്യത്തിലൊക്കെ ഈ ലളിതമായ ബുദ്ധി പോലും ഉപയോഗിക്കാത്ത പരിതാവസ്ഥയാണ് വാസ്തവത്തിൽ നമ്മൾ കാണുന്നത്. ഇത് നമ്മൾ നന്നായി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ഈ ഭാഗം ഒന്ന് അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് വേഗം ചോദിച്ച് അവസാനിപ്പിക്കാവുന്നതാണ്. നമ്മുടെ അവതരണങ്ങളിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത്
പഠിക്കാവുന്ന ആളുകളിൽ ഒരു അവ്യക്തത തോന്നുന്ന ഒരു സംഗതി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അമാവാസി സംഭവിക്കുന്ന ദിവസം ചന്ദ്രന്റെ പിറവിയും നടക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയണ്ടല്ലോ. പക്ഷെ പിറവി നടന്നാൽ അപ്പം ദിവസം മാറുന്നുണ്ടോ എന്നുള്ള സംശയം സാധാരണക്കാരുടെ ഇന്ന് രാവിലെ 10 മണിക്ക് അമാവാസി സംഭവിക്കുന്നു. അത് 1-2 നിമിഷം അത് കഴിഞ്ഞുടൻ ദിവസം പുതിയ ദിവസവും പറക്കണമല്ലോ. അതെന്താ പറക്കാത്തത് എന്നൊരു സംശയം ബാക്കി കിടക്കുന്നുണ്ട്. അത് വ്യക്തമായെങ്കിൽ ദിവസം അപ്പോൾ ആരംഭിക്കുന്നു എന്നുള്ള സംശയം ക്ലിയർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ മാസം 29 കണിശമായി പറഞ്ഞു. അവിടെ റസൂൽ ഉപയോഗിച്ച യോം എന്ന വാക്കാണ്, യോം. അപ്പൊ 29 ദിവസം എന്നാണ് കണക്ക്. ന്യൂമൂണിന്റെ അന്ന് വരെ ഓരോ ദിവസവും 24 മണിക്കൂറായിട്ട് കണക്കാക്കി വന്ന് ന്യൂമൂണിന്റെ അന്ന് സംഭവിക്കുന്ന സമയം മാത്രം നമ്മൾ പരിശോധിച്ചാൽ ബാക്കി അപ്പുറത്തേക്ക് പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ശരിയാണ്, പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുന്നു. പക്ഷെ പുതിയ മാസമായിട്ട് അതിനെന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല? കാരണം ചന്ദ്രന്റെ 29ാമത്തെ ആ മൻസിൽ പൂർത്തിയായിട്ടില്ല. 28 മൻസിലിന് 24 മണിക്കൂർ വീതം വീതിച്ചു കൊടുത്തു. ന്യൂമൂൺ ഉണ്ടാക്കുന്ന ആ മണിക്കൂർ, ആ ദിവസം മാത്രം 12 മണിക്കൂർ മാത്രം വീതിച്ചു കൊടുത്താൽ ന്യായമല്ല. യൗമൻ, അവിടെ ആ ഒരു യൗം 24 മണിക്കൂർ എന്നുള്ളത് ആ ഡേ തന്നെ അങ്ങോട്ട് കൊടുക്കും. അപ്പോ 28 മൻസിലുകൾ 24 മണിക്കൂർ വീതമാണെങ്കിൽ ന്യൂമൂൺ സംഭവിക്കുന്ന 29ാമത്തെ ദിവസവും 24 മണിക്കൂർ ഉണ്ടാകണം. ആ 24 മണിക്കൂർ ആ ഡേ ആണ്. ആ ഡേ, ഉദാഹരണത്തിന് ന്യൂമൂൺ സംഭവിക്കുന്ന ഒരു ദിവസം ഒരു ടൈം പറയും. ആ ടൈമിനെ അതത് രാജ്യങ്ങളിലെ ദിവസങ്ങളിലേക്ക് എന്ത് ചെയ്യണം? ആളുകൾ മാറ്റി പറയാം. അങ്ങനെ മാറ്റി പറയുന്നതോടെ ലോകമെമ്പാടും ഫിത്ന ആരംഭിക്കുകയാണ്. അഥവാ ഇതിന്റെ തന്നെ ഭിന്നത ആരംഭിച്ചു എന്നർത്ഥം. അങ്ങനെ മാറ്റി പറയേണ്ട ആവശ്യം ഉദിക്കുന്നില്ല. എന്തുകൊണ്ട്? ഒരു മനസ്സിൽ ഒരു ഡേ ആണ്. 23 ഡേ എന്ന് റസൂൽ പറഞ്ഞു. അപ്പൊ ആ 29 ഡേ എന്ന് റസൂൽ പറഞ്ഞപ്പോൾ 29ാമത്തെ ഡേ ഏതാ? ന്യൂമൂണിന്റെ ഡേ. 28ാമത്തെ ഡേ ഏതാ? അതിന്റെ തലേ ദിവസത്തെ. അതിന്റെ മുമ്പത്തെ ഡേ ഏതാണ്? അങ്ങനെ പോയി 1ാമത്തെ ഡേ ഏതാണ്? 1ാം ഹിലാൽ കാണുന്ന ഡേ. ആ 1ാം ഹിലാൽ ഒരു ഡേ 24 hours ഫോർ ഓൾ ഹോൾ മാൻകൈൻഡ്, മുഴുവൻ ആളുകൾക്കും അങ്ങനെ. അപ്പൊ അത് ഉണ്ടാകുന്ന ആ ടൈം നമ്മൾ പരിഗണിക്കുക എന്നുള്ളത് അതത് രാജ്യങ്ങളിലേക്ക് മാറ്റിയാൽ ഈ പ്രോബ്ലം അവിടെ ഉണ്ടാകുന്നു. ഇനി അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് ആ 1ാം തീയതി പിന്നെ ഇത് ന്യൂമോണിന്റെ ദിവസം പറയുന്നുണ്ടല്ലോ, സമയം പറയുന്നുണ്ട്. ന്യൂമോൺ സംഭവിക്കുന്നത് ഇന്ന സമയത്താണ്. ആ ന്യൂമോൺ സംഭവിക്കുന്നത് ഒരു 6ാം തീയതി എന്ന് വെച്ചോ. ഈ 6ാം തീയതിയിലെ ഏറ്റവും ഇങ്ങേയറ്റത്താകാം. 6ാം തീയതി തീരാവുന്ന ആ ദിവസത്തിൽ സംഭവിച്ചാലും അത് പരിഗണിക്കുന്നത് 6ാം തീയതി ആയിട്ട്. 6ാം തീയതിയുടെ ഏറ്റവും അറ്റത്ത് അപ്പുറത്താണെന്ന് വിചാരിച്ചോ, എന്നാലും 6ാം തീയതി തന്നെ. അത് അതത് ദിവസങ്ങളിലേക്ക് മാറ്റി ചിന്തിക്കുന്ന ആളുകൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു. പക്ഷെ ശരിക്കും ഈ സാധനം GP അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ പൊസിഷൻ എവിടെ വെച്ചാണ് നടക്കുന്നത് എന്ന് കൂടി ശാസ്ത്രത്തിന് ഇന്ന് കൃത്യമായി പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് അവർ ആ പ്രദേശത്തിന്റെ ഡേറ്റ് പറയുന്നത്. ഇപ്പൊ ന്യൂമൂൺ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോ ഇവിടെ ചില ആളുകൾ വ്യാപകമായിട്ട് ന്യൂമൂൺ പറയുമ്പോൾ ഹിജ്റ കമ്മിറ്റിക്കാർ ആഗോള സമയം പറയുന്നു. ഇതൊരു തട്ടിപ്പാകുന്നു. ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ എഴുതിവിടാം. അത് ഈ എഴുതിയ ആളുകളുടെ ഈ ശബാബ് നിറച്ച് എഴുതി വെച്ചിരിക്കുക. ആ ആഗോള സമയം, ആഗോള സമയം ഞാൻ പറഞ്ഞ 99ലെയും 95ലെയും സമയമൊക്കെ ആഗോള സമയം അതിലെഴുതി വെച്ചിരിക്കാം. അപ്പൊ ആഗോള സമയം അവർക്ക് പറയാം. അപ്പോ ദുർവ്യാഖ്യാനമില്ല. നോക്ക്, ഇത് പറയുമ്പോൾ ആഗോള ടൈം തന്നെ അവർ പറയും. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഏത് പ്രദേശത്താണോ അത് സൂര്യൻ നട്ടുച്ചേലാകുമ്പോഴാണ്
അപ്പൊ അതിന്റെ 12 മണിക്കൂർ മുമ്പ് ആ ഡേ ആരംഭിച്ചു. ഇനി ആ ഡേ തീരാൻ ഇനിയും ഇപ്പോഴത്തേക്ക് 12 മണിക്കൂർ. അതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ അത് ഒരു ഡേ എന്ന് റസൂൽ പറഞ്ഞു 29 ദിവസം, 39 ദിവസം. അപ്പൊ പ്രമാണം ദിവസം എന്ന് റസൂൽ പറഞ്ഞതാണ് പ്രമാണം. ദിവസം 24 മണിക്കൂറല്ലാന്ന് തെളിയിക്കണം. ന്യൂമോണിക്ക് അന്നത്തെ ദിവസം മാത്രം ദിവസം ഇത്ര മണിക്കൂറാകുന്നു എന്ന് തെളിയിക്കണം. ജാതിമൗലി പറഞ്ഞ കാര്യം ഒന്നുകൂടെ വേറെ രൂപത്തിൽ എനിക്ക് പറയാൻ തോന്നുകയാണ്. നമ്മള് ഇപ്പം ന്യൂമോൺ കഴിഞ്ഞ ഉടനെ സംഭവിക്കുന്ന സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ദിവസം മാറണ്ടേ എന്നാണ് നമ്മുടെ ഡോക്ടർ കരീം സാഹിബ് പറഞ്ഞത്. പക്ഷെ അവിടെ ചെറിയൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും പറ്റുന്നത്, മാസത്തിന്റെ മാനദണ്ഡം ഭൂമിയും ചന്ദ്രനുമായിട്ടുള്ള കറക്കമാണ്. എന്നാൽ ദിവസത്തിന്റെ മാനദണ്ഡം ഭൂമിയും സൂര്യൻ തമ്മിലുള്ള കറക്കമാണ്. ദിവസം തുടങ്ങുന്നത് ചന്ദ്രനായിട്ട് അവിടെ യാതൊരു സ്ഥാനമില്ല. ചന്ദ്രന്റെ കറക്കമായിട്ട് അതിന് ബന്ധമില്ല. അത് ഭൂമി സൂര്യനെ ആസ്പദമായിട്ട് കറങ്ങാൻ തുടങ്ങി അതേ പോയിന്റിൽ തിരിച്ചെത്തുന്ന 360 ഡിഗ്രി, അതാണ് ഒരു ദിവസം. അപ്പൊ മാസം മാറി ഉടനെ ഒരു ദിവസം തുടങ്ങുന്നില്ല. അതിന് വിൽ ഹാവ് ടു ഗോ ബാക്ക് ടു സൺ. അതാണ് സംഗതി. മാത്രമല്ല അതാണ് നമ്മളെ ഒരു കുട്ടി ജനിച്ച ഉടനെ നമുക്കൊരു വയസ്സാവുന്നില്ല. കുട്ടിക്ക് ഒരു കൊല്ലം ആവണം എന്നാലും ഒരു വയസ്സാവും. മറ്റ് 0 ഇയർ ആണ്. അതേപോലെ മറ്റ് 0 ഇയർ ആണ്. അത് ദിവസം ലോകത്ത് എവിടെ നിന്ന് ആരംഭിക്കുന്നു അവിടെ എത്തിയാലേ തുടങ്ങൂ ദിവസം. കാരണം ന്യൂമോൺ സംഭവിച്ചു കഴിഞ്ഞാലും ഇപ്പൊ കേരളത്തിൽ സംഭവിച്ചാൽ ബാക്കി പല സ്ഥലത്തും ദിവസം തീരാനായിട്ടില്ല. ഇനിയും ചിലപ്പോൾ 12 മണിക്കൂർ, 15 മണിക്കൂർ, 8 മണിക്കൂറുണ്ട്. അങ്ങനെ ആ ദിവസം കംപ്ലീറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ നിസ്കാരത്തിന്റെ ടേംസിലേക്ക് എടുത്താൽ വെള്ളിയാഴ്ചയാണ് ന്യൂമോൺ തുടങ്ങുന്നതെങ്കിൽ കേരളത്തിൽ ബാക്കി പലരും ലോകത്ത് ജുമ നമസ്കരിക്കാനുണ്ട്. അങ്ങനെ ജുമ നമസ്കരിച്ച് കഴിഞ്ഞ് വന്നാലേ ലോകത്ത് ദിവസം ആ ദിവസം വെള്ളിയാഴ്ച തീരും, ശനിയാഴ്ച ആരംഭിക്കും. അങ്ങനെ വെള്ളിയും ശനിയും വേർതിരിയുന്ന ഒരു സ്ഥലം ലോകത്തുണ്ട്. അവിടെയാണ് ദിനമാറ്റം സംഭവിക്കുന്നത്. അതാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. അവിടെ ലോകം ഭൂമി കറങ്ങി എത്തിയാൽ ദിവസം ആരംഭിക്കൂ. മാസം മാറി എന്ന മാനദണ്ഡം ന്യൂമോൺ ആണ്. ദിവസം മാറുന്നത് സൂര്യനായിട്ടുള്ളതാണ്. കുറച്ചും കൂടെ വേറെ രൂപത്തിലേ പറഞ്ഞുള്ളൂ. ഒരു കാര്യം കൂടെ, ഇപ്പൊ നമ്മള് ഈ പെരുന്നാൾ വരുന്നത് ചൊവ്വാഴ്ചയാണ്. ഒരൊറ്റ കണക്കുകൊണ്ട് ഇതെല്ലാം വിടാം. ന്യൂമോണും വിടാം, കാണലും വിടാം, കണക്ക് വിടാം. കണക്ക് അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ 2 2 4 H2O വാട്ടറാണ്. അത് ഒരു സയന്റിഫിക് ഫോർമുലാണ്. അതേപോലെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വരുന്ന വലിയ പെരുന്നാൾ ചൊവ്വാഴ്ച ആണെന്ന് കാണിക്കാൻ പറ്റും. സമയം ഉണ്ടെങ്കിൽ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ കാണിക്കാം. അപ്പൊ ഈ ദിവസം ആരംഭിക്കുന്നത് എപ്പോഴാണ്? ദിനാരംഭം എപ്പോഴാണ് സംഭവിക്കുന്നത്? ദിവസം ആരംഭിക്കുന്നത് ഫജ്റോട് കൂടിയാണ്. വിശദീകരിച്ച അനുസരിച്ച് ഇതിന്റെ ഡെഡ് ലൈൻ അറിയുമ്പോൾ അത് ഫജ്റിനാണ് വരുമോ? ഫജ്റിനാണോ വരുന്നത്? വിശദീകരിച്ച അനുസരിച്ച് എന്താണ് അതില് വന്നിട്ടുള്ള അപാകതകൾ എന്താണ് അത് പറഞ്ഞു? നമ്മളെ ഡെഡ് ലൈൻ 12 മണിയല്ലേ? രാത്രി 12 മണിയാകുമ്പോ ഇതിന്റെ ഡെഡ് ലൈൻ കണക്കാക്കിയിട്ടുണ്ട്. പക്ഷെ അത് എന്താണെന്ന് അറിയില്ല. അതിന്റെ ഈ രാത്രി 12 മണി, ഈ രാത്രി 12 മണി അവിടെ പറയുന്നുണ്ട്. അത് നമ്മൾ പറയുന്ന ആ ലൈൻ ഇപ്പോ അതിന്റെ നേരെ മറുവശം വാസ്തവത്തില് നമ്മുടെ വിശുദ്ധ മക്കയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മക്കയിൽ ആ സമയം 3 മണിക്കൂർ ഇപ്പുറത്തേക്ക് മാറിയിട്ട് പ്രഭാതത്തിന്റെ ഈ 3-3:30 മണി സമയമാണ്. അത് നമ്മൾ പറയുന്ന ഈ ഫജ്ർ എന്ന് പറയുന്ന സമയമുണ്ടല്ലോ, ആ സമയമാണ് മക്കയിലെ കൃത്യത്തിന് വരുന്നത്. അപ്പൊ ഇപ്പൊ നിലവിലുള്ള ഈ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ നമ്മൾ അംഗീകരിച്ചാൽ തന്നെ മക്കയിൽ വളരെ കൃത്യത്തിനാണ് ദിവസങ്ങൾ
ക്രമീകരിക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് ഈ ഡേറ്റ് ലൈൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. അവര് ഡേറ്റ് ലൈൻ പിന്നെ കണക്കാക്കുന്ന അല്ലെങ്കിൽ നിർണയിക്കുന്ന സന്ദർഭത്തിൽ ഇപ്രകാരമൊന്നും ആലോചിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ലോകത്ത് അതങ്ങനെ ആയി തീർന്നിരിക്കണം. അപ്പം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ എതിർക്കണമോ വേണ്ടയോ എന്നത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ഇത് സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ മൗലവിമാരുമായിട്ട് ഒരുപാട് സംസാരിച്ച് അവരോട് നമ്മൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം, ഇത് നമ്മൾ തെറ്റിപ്പൊളിച്ച് വേണ്ടാന്ന് പറഞ്ഞു കളയണം. പക്ഷേ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന ഒരു സംവിധാനമുണ്ട് ഇവിടെ. ആ സംവിധാനം എന്താണെന്ന് വെച്ചാൽ ഭൂമിയിൽ ഇപ്പോൾ റൗണ്ടായിട്ടുള്ള ഒരു സാധനത്തിൽ എവിടെ നിന്ന് ആരംഭിച്ച് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് എന്തെങ്കിലും ഒന്ന് പറയാതെ രക്ഷയില്ല. ഇപ്പോൾ നിങ്ങൾ സുബഹ നമസ്കരിച്ചു, ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം സുബഹ നമസ്കരിക്കരുത്. രണ്ടാമത്തെ ഒരു ദിവസം ആരംഭിച്ചു എന്ന് പറഞ്ഞിട്ട് സുബഹ നമസ്കാരം പിന്നെ നിങ്ങൾക്കൊന്ന് തുടങ്ങണമെങ്കിൽ എവിടുന്ന് തുടങ്ങും? അപ്പൊ ആ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ ഭൂമിയിൽ എവിടെ നിന്ന് ദിവസം തുടങ്ങി എവിടെ ദിവസം അവസാനിക്കുന്നു എന്നുള്ളത് ഏതെങ്കിലും ഒന്ന് പറയണം. ഒരു ഇന്റർനാഷണൽ ഡേറ്റ് ലൈനും വേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് സംഗതി ആകെ കുഴപ്പത്തിലേക്ക് പോകാൻ പറ്റില്ല. അഥവാ പറയുന്നത് ഇത് നമ്മൾ ഉടച്ചു വാർക്കാം, ശരി ഇന്റർനാഷണൽ ഐഡിയ എന്ന് പറയുന്നത് യൂതന്മാരുണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറ്റാം, ശരി. എന്നാൽ മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ ഉടച്ചു വാർത്താൻ മാത്രം പോരല്ല, പുതിയത് നിർമ്മിക്കണമല്ലോ. രചനാത്മകമായി മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ സംഹരിച്ചാൽ മാത്രം പോരാ, അവർ എന്ത് ചെയ്യണം? പകരം ഒന്ന് നമ്മൾ പറയണം, ഒരു ന്യൂനത ചൂണ്ടിക്കാണിച്ചാൽ ആ ന്യൂനത പരിഹരിക്കാൻ ഇങ്ങനെയാണ് വേണ്ടതെന്ന് മുസ്ലിങ്ങൾ പറയണം. ലോകത്തെ എൻ്റെ അറിവിൽ ഒരു മൗലവിമാരും ഒരു മതസംഘടനയും ഒരു ഫത്വ ബോർഡും ഈ ഐഡിയയിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്, ഇന്നെന്ന കാരണങ്ങളാണ് എന്ന് പറയുന്നില്ല. ആകെ ഇവിടെ ചർച്ചയിലേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം? ഒരു വസ്വാസ് ഇങ്ങനെ ഉണ്ടാക്കാന്നല്ലാതെ ആ വസ്വാസിന് ഒരു സമാപനം വേണമല്ലോ. ഈ ഐഡിയയിൽ പൊളിക്കുക എന്നുള്ളതാണ്. ശരി, ഐഡിയയിൽ നമുക്ക് മാറ്റാം, പകരം നമുക്ക് എന്ത് വെക്കാനുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഓരോ ദിവസവും ഓരോരോ നമ്മൾ ഈ ദിവസത്തിൻ്റെ വിഷയം നേരത്തെ ഇദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുബഹ നമ്മൾ ഓരോരുത്തരും നമസ്കരിക്കുന്നത് നമുക്ക് വരുന്ന സമയത്തിൻ്റെ സൂര്യൻ നമ്മുടെ ഈ ദിശയിലേക്ക് നമ്മളുടെ ഏരിയയിലേക്ക് അതിൻ്റെ പ്രകാശം തട്ടി വരുന്നതുമായിട്ടാണ് നമ്മൾ ഇതിനെ പരിഗണിക്കുന്നത്. അങ്ങനെ പരിഗണിക്കുമ്പോൾ നമ്മൾ സുബഹയും അതിൽ നമുക്ക് പരിഗണിക്കണം. അതാണ് ദിവസത്തിൻ്റെ ആരംഭം. അതിനെ മനസ്സിലാക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇപ്പോൾ ആയത്തുകളിലോ ഹദീസിലോ സുബഹ ആകുന്നു ആരംഭം, ഇശാ ആകുന്നു അവസാനം, അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഇതും വരില്ല. നേരെ മറിച്ച് ഇജ്അലു ആഖിറ സ്വലാത്തിക്കും വിത്റ, നിങ്ങളുടെ അവസാനത്തെ നമസ്കാരം വിത്റാക്കുക. അപ്പോൾ അവസാനത്തെ നിസ്കാരം, എൻ്റെ അവസാനത്തെ നിസ്കാരം എൻ്റെ മരണത്തിൻ്റെ മുമ്പുള്ള നിസ്കാരം, അതാണോ റസൂൽ ഉദ്ദേശിക്കുന്നത്? അല്ലല്ലോ. എൻ്റെ അവസാനത്തെ നിസ്കാരം അതാ എൻ്റെ ഒരു ദിവസത്തിലെ അവസാനത്തെ നിസ്കാരം ഇതാണ്. എൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് സുബഹ ആയെങ്കിലേ ഈ വിത്തർ അവസാനത്തെ നിസ്കാരം ആവുള്ളൂ. അപ്പോൾ ഇവരെ മാതിരിപ്പിന്നാണ് ഈ ദിവസം തുടങ്ങുന്ന വാദം. അവർക്ക് ആ വാദം ഉണ്ടോന്നുള്ള അറിയില്ല. അതായത് ഈ അലി മണിഫാൻ്റെതായി എഴുതിയിട്ടുള്ള രേഖകളുണ്ട്. അദ്ദേഹം സ്വകാര്യമായിട്ട് എഴുതിയിട്ടുള്ള കുറിപ്പുകളും പുസ്തകങ്ങളിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചതും ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ സൂക്ഷ്മമായിട്ടൊന്ന് അറിയണം. ഒന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പി ആയിട്ട് ഒരാൾ നടന്നു എന്ന് വിചാരിച്ചു, ഞാൻ അദ്ദേഹത്തിൻ്റെ പി ആയിട്ട് നടന്നു. ഇപ്പോൾ ലേഖനങ്ങൾ പലതും എഴുതണമെന്നൊക്കെ വിചാരിച്ച് ഞാൻ കുറേ എഴുതി കൂട്ടി എൻ്റെ വീട്ടിലിരുന്നിട്ട്, എന്നിട്ട് അതൊക്കെ ഞാൻ ഇതേപോലെ സജ്ജീകരിട്ട് നടക്കണം. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ കൂടിയിട്ട് നമുക്ക് പറ്റിയതിൻ്റെയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ എഴുതിയത് ഫേസ്ബുക്കിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് ഞാനിത് പ്രസിദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കിത് ഒരുപാട് ആലോചിക്കാനുണ്ട്. അങ്ങനെ കുറേ സംഗതികൾ ഞാൻ മനസ്സിലാക്കാനുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാനത് പബ്ലിഷ് ചെയ്യുക. അങ്ങനെ പബ്ലിഷ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എഴുതി കുറിച്ചത് കറക്ഷൻസ് നടന്നിട്ടില്ല, വിശകലനങ്ങൾ നടന്നിട്ടില്ല, ഒന്നും എഴുതിയിട്ടില്ല. അത് കൊടുത്തിട്ട് രേഖയാക്കാൻ ഒരു ഇസ്ലാമിക മര്യാദ അനുസരിച്ചിട്ട് അതൊന്നും രേഖയാക്കാൻ പറ്റൂല. ഇതൊക്കെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണുണ്ട്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പരിപാടി നിർത്തണം.
ചീഞ്ഞളിഞ്ഞ തട്ടിപ്പാണിത്. ഏത് ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, ഒരു സാഹിത്യകാരൻ പിന്നെ മാതൃഭൂമിയിലേക്കും പിന്നെ മാധ്യമത്തിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കവിത എഴുതി വെച്ചിട്ട് അയാളൊന്നും മരിച്ചുപോയി. അത് അയാൾക്ക് പ്രസിദ്ധീകരിച്ചാൽ ഒരു ചുക്കും വരാനില്ല. ഇതല്ല, ഇത് മതത്തിന്റെ ഒരു വിഷയം നിർണയിച്ചിട്ടുള്ള ഒരു രേഖയാണ്. സർഗാത്മക സാഹിത്യമല്ല, ഇത് വിജ്ഞാന സാഹിത്യം. അപ്പൊ വിജ്ഞാന സാഹിത്യം എന്നുള്ളത് ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസിദ്ധീകരിച്ചതാണോ അല്ല എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ എഴുതിയിട്ടുള്ള ഒരു പ്രസിദ്ധീകരണത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ, ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ മുമ്പ് എന്താണ് പിമ്പെന്താണ് ഒന്നും എനിക്കറിയില്ല. ഏതായാലും ആ എഴുതിയിട്ടുള്ളത് ഈ വിശകലനത്തിനാണെങ്കിൽ അത് അബദ്ധമാണ്. അത് സംഗതി അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു ഹദീസ് ഉണ്ടല്ലോ, ഏത്? ഓരോ പ്രഭാതവും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആദായവും ജദീദ്. ഇതൊരു പുതിയ ദിവസം ആരംഭിക്കുകയാണ് വിളിച്ചു പറയുന്ന. ആ വിളിച്ചു പറഞ്ഞിരിക്കുന്ന കേട്ടിട്ടാണ് സ്ത്രീകൾ ഉണരുന്നതും സൂര്യൻ നിൽക്കുന്നതും. ഒരു പ്രഭാതത്തിന്റെ ഞാൻ അതിന്റെ അറബി മൂലം വാസ്തവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അത് കാരണം കൊണ്ട് കണ്ടിട്ട് എവിടെ അറിയാം. അപ്പൊ ഭൂമിയിൽ ഈ മുസ്ലിംകൾക്ക് അല്ലാതെ ആയിരിക്കും രാവിലെ ഉദിക്കുന്നുള്ള ഈ സംശയം കാണുന്നില്ല. ഇല്ല, ഞാൻ പറയുന്നത് സുബഹിക്കാകുന്നു ദിവസത്തിന്റെ ആരംഭം, അങ്ങനെ അള്ളാഹ് പറഞ്ഞിട്ടില്ല, റസൂൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തള്ളണം. ശരി, നമ്മളെ വിഷയം പഠിക്കേണ്ടത് ശരി. അപ്പൊ എന്നാൽ അതേ രൂപത്തിൽ തന്നെ മഗ്‌രിബിനാകുന്നു ദിവസം തുടങ്ങേണ്ടത്, അതൊന്നുകിൽ അള്ളാഹ് പറയണം അല്ലെങ്കിൽ റസൂല് പറയണം. ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ട് അത് പറയണം. അല്ല, അങ്ങനെ വരുമ്പോ മഗ്‌രിബിനാണ് തുടങ്ങുന്നത് എന്ന് വരുമ്പോ പിന്നെ ദർശനത്തിന് ബേസ് ചെയ്യുന്ന ആളുകൾ ഈ ചന്ദ്രനെ കണ്ടിട്ടാണ് തുടങ്ങണം എന്ന് പറയുന്ന ആളുകൾ 29 കാണാൻ പോകുന്നു, മഗ്‌രിബിന് കാണുന്നു. അപ്പൊ 30 കാണുന്നത് 29 ലാസ്റ്റ് ഡേ മഗ്‌രിബിന് കാണാൻ പോകുന്നു. മഗ്‌രിബ് കണ്ടു, അപ്പൊ 30 അപ്പൊ 7 ദിവസത്തിൽ കാണുന്നത്, അതായത് തുടങ്ങുന്നത് 30ാമത്തെ ദിവസം അവിടെ തന്നെ പൊളിഞ്ഞു പോകുന്നത്. മറ്റേത് ഒരു സയന്റിഫിക് ആണ്. സയന്റിഫിക് ആയ കാര്യം നമ്മൾ സയന്റിഫിക് ആയിട്ട് തന്നെ എടുക്കണം. മധ്യഭാഗത്ത് സൂര്യൻ തലക്ക് മേലെ എത്തുമ്പോൾ അവിടുന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. നമുക്ക് സന്ധ്യ മുതൽ സന്ധ്യ വരെ ദിവസത്തിൽ കണക്കാക്കാം, പ്രഭാതം മുതൽ പ്രഭാതം വരെ എടുക്കാം. പക്ഷെ സൂര്യന്റെ പ്രസൻസ് മതം എളുപ്പമാക്കി തന്നു എന്ന് പ്രവാചകർ പറഞ്ഞെങ്കിൽ ഈ എല്ലാ കാൽക്കുലേഷൻ ടൈം സ്വഭയായി അല്ലെങ്കിൽ പ്രഭാതമായി അല്ലെങ്കിൽ സന്ധ്യ ആയി സൂര്യൻ അസ്തമിക്കുന്നു എന്നൊക്കെ കണക്കെടുക്കണമെങ്കിൽ കുറെ ഡിവൈസസ് കാൽക്കുലേഷൻ ഒക്കെ വേണം. കാരണം പിന്നെ ഉയർന്ന സ്ഥലത്ത് താഴ്ന്ന സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷെ തലക്ക് മേലെ വരുന്നു എന്ന് പറയുന്ന ഒരൊറ്റ വഴി മതി. ലോകത്ത് എവിടെ ചെന്നാലും, അത് മരുഭൂമിയിലായാലും മലന്റെ മേലായാലും ഇനി ഗനിയിലായാലും ഒരു ഗനി സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്ത് ഒരു വഴി ഉണ്ടെങ്കിൽ സൂര്യൻ നമ്മുടെ തലക്ക് മേലെ മെരീഡിയനിൽ എത്തിയത് കണക്കാക്കാൻ വെരി സിമ്പിൾ. അപ്പൊ കണക്കായി. പിന്നെ അതിന്റെ നേരെ എതിർവശത്താണ് ആക്സിഡന്റലി നമ്മളെ ഇത് വന്നത്. പിന്നെ ലണ്ടനിലടുത്ത് ഗ്രീനിച്ച് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഒബ്സർവേറ്ററി ഉണ്ടായിരുന്നു. അതൊരു യാദൃശ്യം പഠിത്തം മാറ്റിയതായിരിക്കാം. അവിടെ ഒരു പിന്നെ ഒബ്സർവേറ്ററി ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ GMT ലണ്ടൻ ടൈം അല്ല, GMT ആണ്, ഗ്രീനിച്ച് മീൻ ടൈം ആണ്. അപ്പൊ അത് രാത്രി 12 മണി അഡ്മിനിസ്ട്രേഷൻ പർപ്പസിന് സൗകര്യത്തിന് വേണ്ടി രാത്രി 12 മണിക്ക് എന്നാൽ ഉറങ്ങി എഴുതുമ്പോൾ മാറും. ഉച്ചക്ക് 12 മണിക്ക് ആക്കുമ്പോൾ പല പ്രോബ്ലം ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു ചെക്ക് തന്നു, അല്ലെങ്കിൽ വേറെ കാണാം. അപ്പൊ 12 മണിക്ക് നാളത്തെ ചെക്ക് ബാങ്കായിട്ട് നാളെ തരില്ല എന്ന് പറയും. ഈ അഡ്മിനിസ്ട്രേഷൻ പർപ്പസ് ഒരുപാട് കാര്യത്തിൽ രാത്രി 12 മണി ആക്കിയത് നമ്മൾ ഇന്റർനാഷണൽ ഡേ ഇത് പിന്നെ ഡേ കണക്കാക്കുമ്പോൾ ഈ അതേസമയം ഉച്ചക്കാകുമ്പോൾ അതേ സമയത്ത് 9 മണിക്കൂർ കഴിഞ്ഞിട്ട് മക്കൾക്ക് ഫജറിന്റെ തൊട്ട് മുമ്പായിരിക്കും. കറക്റ്റാണ്, രാത്രി ലണ്ടനിലായിരിക്കും. ഇത് ശരിയായ അറേഞ്ച്മെന്റ്സ് ആണ്. മതകീയമായിട്ട് ശരിയാണ്, സയന്റിഫിക് ആയിട്ടും ശരിയാണ്. ഇതാണ് നമ്മൾ പഠിക്കാതെ വലിയൊരു മൗലിക ഒരിക്കല് ഒരു എപ്പോഴും അദ്ദേഹം ചർച്ചയിൽ പറയും ഒരു തട്ടിപ്പാണ്. നേരത്തെ പറഞ്ഞ പോലെ പ്രിന്റ് ഔട്ട് എടുത്തുകൊണ്ടൊന്ന് കാണിക്കാറുണ്ട്. ഈ ഇന്റർനാഷണൽ ലൈനിൽ മാറ്റിയിട്ടുണ്ട്, ഇവർ പറഞ്ഞ മാറ്റം പല മാറ്റം വരുത്തിയിട്ടെന്നൊക്കെ. ഒരു ദിവസം ഒരു ചർച്ചയിൽ ബ്രേക്കിന് ലഞ്ച് ബ്രേക്കിന് ഞാൻ എന്തായാലും വരികയാൻ പറയുന്നില്ല, എല്ലാവരും അറിയുന്നൊരു മൂലതയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണോ? ആ കറക്റ്റ് മാറിയിട്ടുണ്ടോ? ആ മാറിയിട്ടുണ്ട്. ഫുള്ളായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതെന്താ അങ്ങനെ? ഞാൻ ഫുള്ളായിട്ട് മാറ്റിയിട്ടുണ്ടോ ഇല്ലേ? വാസ്തവം ഞാൻ പഠിച്ചത്ര അദ്ദേഹം പഠിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഷർട്ടിന്റെ ഒരു ബട്ടൺ മാറ്റുക, ഷർട്ട് മാറ്റി നിങ്ങൾ പറയോ? കാറിൽ ഒരു ടയർ മാറ്റുക, കാറ് മാറ്റുന്നത്. അപ്പൊ അയാൾക്ക് മനസ്സിലായത് ഞാൻ ഒരു
ഒരു റീജിയണൽ ഡീവിയേഷൻ വരുത്തിയിട്ടുണ്ട്. അതിന്റെ കാരണമുണ്ട്. അദ്ദേഹത്തിന്റെ കാര്യം അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയാൻ കാരണം. അദ്ദേഹത്തിന് ഞാൻ ചോദിച്ചോ അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. അത് മില്ലേനിയം തുടക്കത്തിൽ കിരിബാത്തി ഐലൻഡിൽ ഇവര് ഡീവിയേഷൻ നടത്തി. ഇവിടാണ് നമ്മളെ നാട്ടിലാണ് ആദ്യത്തെ സഹസ്രാബ്ദത്തിലെ സൂര്യൻ തുടങ്ങുന്നത് എന്ന് വരുത്താൻ വേണ്ടി അത് മാറ്റി. അത് ഇന്റർനാഷണൽ അംഗീകരിച്ചതൊന്നല്ല. ഏതുപോലെ വെച്ചാൽ മാഹി പോണ്ടിച്ചേരിയിലാണ്. കേരളത്തിലായ ആ ബൗണ്ടറി മാറും. അത് ഇന്ത്യയുടെ ബൗണ്ടറി എല്ലാം മാറുന്നത്. ഇതൊക്കെ പറഞ്ഞ നോക്കി ഞാൻ ആ ചർച്ച കഴിഞ്ഞ് തിരിച്ചു വന്നു. മണിപ്പാലിൽ ഇദ്ദേഹമൊക്കെ തുടർന്നു. തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എല്ലാം സ്വാൻസോ എന്ത് പറഞ്ഞു? അദ്ദേഹം പിന്നെ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എന്നായിട്ട് ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നു, എന്നാൽ അതുകൊണ്ടായിരിക്കുന്നത്. വീണ്ടും അദ്ദേഹം പല വേദിയിലും വീണ്ടും പറയാൻ തുടങ്ങി, എഴുതാൻ തുടങ്ങി. മനസ്സിലായില്ലേ? മണിപ്പാലിനോട് ചോദിച്ചപ്പോൾ അയാൾ വേദിയിൽ വെച്ച് പണ്ഡിതന്മാരെ കൊച്ചാക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു, ഏത് പണ്ഡിതനാണ് ഞങ്ങൾ പറയുന്നത്? ഇത് ഇപ്പൊ രാത്രി 10 മണിയാണ് നമ്മളെ സമ്മതിക്കണ്ടേ? അതെന്റെ സത്യം, അതല്ല ഇസ്ലാം. ഇതാണ് സംഗതി. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ മാറ്റിയിട്ടില്ല. അത് മാറിയാൽ ആദ്യം അറിയുന്നത് മുസ്ലിംസ് ആണ്. മാത്രമല്ല ഇതിന്റെ പ്രാധാന്യം നമ്മളെ കിബില മാറുന്ന സ്ഥലമാണത് ലോകത്ത്. 2 ദിശയിലേക്ക് പള്ളി. ഞാൻ ഇപ്പോൾ പറയാൻ നമ്മളെ മൊയ്തീൻ പള്ളി, കോഴിക്കോട് മൊയ്തീൻ പള്ളിക്ക് ആ റോഡുണ്ടല്ലോ. പടിഞ്ഞാറ് ഭാഗത്ത് മൊയ്തീൻ പള്ളി, കിഴക്ക് ഭാഗത്ത് ജയന്തി ബിൽഡിംഗ് ആണ്. ജയന്തി ബിൽഡിംഗ് ഒരു പള്ളിയാണെന്ന് വെക്കുക. ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിന്റെ ആ റീജിയനിൽ ഒന്ന് കിഴക്കോട്ടായിരിക്കും, അതിന്റെ കിബില മറ്റേ പടിഞ്ഞാറോട്ടായിരിക്കും. ഒരു നമ്മൾ കടലാസിൽ എടുത്ത് വരച്ചാൽ കിട്ടും. അവിടാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, അവിടാണ് മീഖാത്തുൽ കിബില. ഇതൊക്കെ ഇസ്ലാമിന് പ്രാധാന്യമുണ്ട്. കണ്ടുപിടിക്കുന്നത് നമ്മളാണ്. പക്ഷെ ഒരു ക്യാപിറ്റൽ ബുക്കാണ് കണ്ടുപിടിച്ചത്. എന്നിട്ട് നമ്മളോട് പറയുന്നത് നിങ്ങൾ എന്താ കൊണ്ടുവരുന്നത്? ഇത് അറിയാത്ത ആളുകൾ കണ്ണുപട്ട് ഇട്ട് നിൽക്കും. ഇത് പഠിച്ചാൽ മനസ്സിലാവും. സ്വാതന്ത്ര്യത്തിന്റെ സമയത്താണ് ഞാൻ അവിടെ വന്നത്. അപ്പം സ്വാതന്ത്ര്യം പറയുകയുണ്ടായി, ഈ 10 മിനിറ്റിനുള്ളിൽ ഞാൻ യാത്ര ചെയ്തപ്പോഴാണ് ഒരു പള്ളിയിൽ എത്തുകയും ചെയ്തത്. ഇത് ബോധപൂർവം കൃത്യമായിട്ടുണ്ടാക്കിയതാണ്. ജമാൽ മംഗലം തിരുവനന്തപുരത്തും ഇവിടെ കാപ്പാട് കടപ്പുറത്ത് ഇവിടുത്തെ ഹാദിമാരാണ് നിശ്ചയിച്ചത്. അപ്പൊ അവിടുത്തെ കാഴ്ച ഇവിടുത്തെ കാഴ്ച കൃത്യമായിരുന്നു എന്ന് വിശ്വസിക്കാൻ വളരെ പ്രയാസം. ആ പറഞ്ഞത് എന്താ എന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ കൃത്യമായിട്ട് കേരളത്തിലെ പണ്ഡിതന്മാര് ഈ ഒരു ശുഭാന മാസപ്രതി ഉണ്ടാക്കിയിട്ട് കേരളത്തിലെ മുസ്ലിങ്ങൾ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വഴിവേൽക്കുമെന്നാണോ ഈ പറഞ്ഞതിന്റെ സൂചന? ഒന്നാമത്തെ കാര്യം. ഇപ്പോ ഞാൻ സൂചിപ്പിച്ചത് എന്താണെന്ന് വെച്ചാല്, ഈ ഖാലിദ് ഷൗക്കത്ത് മുസ്ലിം ലോകത്തെല്ലാം ഒട്ടാകെ അറിയപ്പെടുന്ന ഗോളശാസ്ത്ര പണ്ഡിതനായിട്ടും അതിൻ്റെ പിന്നെ മുൻകൂട്ടിയുള്ള കാര്യങ്ങൾ പ്രവചിക്കുന്ന ആളായിട്ടും എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അദ്ദേഹം ഓരോ മാസവും ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഓരോ സ്ഥലങ്ങളിലെയും ദൃശ്യസാധ്യതയെ സംബന്ധിക്കുന്ന വിസിബിലിറ്റി കർവ് സാധാരണയുടെ നേരത്തെ കൂട്ടി പ്രഖ്യാപിക്കുകയും ചെയ്യും. അത് അദ്ദേഹം പ്രഖ്യാപിച്ചതിൻ്റെ പുറമെ ആ മാസത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഡേ അങ്ങനെ ആരംഭിക്കുന്നത് മുതൽ ലോകമെമ്പാടുമുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, ഇതൊരു വലിയ പിന്നെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ലോകമെമ്പാടും ബ്രാഞ്ചുകളുള്ള അദ്ദേഹത്തിൻ്റെ മെമ്പർമാരുള്ള പിന്നെ ഒരു സ്ഥാപനം കൂടിയാണത്. ഇവരുടെ റിപ്പോർട്ടുകൾ കൂടി അതിൽ പ്രസിദ്ധീകരിക്കും. അതിലിപ്പോൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതൊക്കെ ഇവിടെ ഇംഗ്ലീഷിലുണ്ട്, ഞാൻ വായിക്കാം വേണമെന്നുണ്ടെങ്കിൽ. പക്ഷെ ഞാൻ ചുരുക്കം നിങ്ങളുടെ അടുത്ത് പറയാം. അപ്പം അതിൽ ഗൾഫ് നാടുകളിൽ കണ്ടതും അതേപോലെ തന്നെ ഇന്ത്യയിൽ കണ്ടതും ഒക്കെ അദ്ദേഹം അതിൽ വിശകലനം ചെയ്തിട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് 6 റിപ്പോർട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ 6 റിപ്പോർട്ടിൽ നോട്ട് സീൻ, നോട്ട് സീൻ, നോട്ട് സീൻ, നോട്ട് സീൻ, നോട്ട് സീൻ എന്ന് 5 റിപ്പോർട്ട് എഴുതി. അതിലെ ഒരു റിപ്പോർട്ട് സീൻ കാപ്പാട്, കേരളം കാപ്പാട് അദ്ദേഹം എഴുതി. എന്നിട്ട് അതിൽ വലിയ മത്തങ്ങ വലുപ്പത്തില് ബോൾഡ് ലെറ്ററിൽ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ഇത് അബദ്ധക്കാഴ്ചയാണ്. അപ്പൊ ഞങ്ങള് വാസ്തവത്തിൽ ഗോളശാസ്ത്രജ്ഞന്മാർ